അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുംബൈ സ്ട്രീറ്റ് സ്റ്റൈൽ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. വെജ് സാൻഡ്വിച്ചാണ്. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു അര സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. നമ്മുടെ ബോണ്ടയുടെ ഫില്ലിംഗ് ഒക്കെ പോലെ തന്നെ, പക്ഷെ സിമ്പിളായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു കൈ നിറയെ മല്ലിയിലയും പുതിനയിലയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഒരു ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2 സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ സോസ്. ഇനി ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്രീൻ ചട്നി അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടാറ്റോയുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് വെച്ച് കൊടുക്കുക. അതുപോലെ കക്കിരിക്ക അരിഞ്ഞതും കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഒരു ഭംഗിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലേവർ വരാൻ, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ. പിന്നെ ഒരു ചീസിൻ്റെ സ്ലൈസും വെച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് വെച്ചിട്ട് നമുക്കിതിനൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബട്ടറിലാണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ തയ്യാറാക്കി വെച്ച സാൻഡ്വിച്ചസ് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആൻഡ് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ആക്കിയെടുക്കുക. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രത്തോളം ക്രിസ്പിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ആ ബട്ടറിൽ നമ്മളിത് ഗ്രില്ല് ചെയ്തെടുത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ ആ ചീസും ഗ്രീൻ ചട്നിയും പൊട്ടാറ്റോയുടെ ഫില്ലിങ്ങും വെജിറ്റബിൾസും ഒക്കെ വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ചാട്ടിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറാണ്. നമ്മൾ ചാട്ട് മസാല ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ ആ ഗ്രീൻ ചട്നിയൊക്കെ വന്നുകൊണ്ട്, പക്ഷെ കഴിക്കാൻ സൂപ്പർ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇതിൽ ആക്ച്വലി ടൊമാറ്റോ സോസ് കൂടി ചേർക്കണമായിരുന്നു കേട്ടോ. എന്നോട് മറന്നുപോയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുകൂടി ചേർത്തിട്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.